ഇതെൻ്റെ മനോഹരമായ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരു സംഭവമാണ്. മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കാം. പലർക്കും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. എൻ്റെ പേര് റഹീം. വീട് മലപ്പുറം. ഉപ്പയും ഉമ്മയും ഒരു ജ്യേഷ്ഠനും ജ്യേഷ്ഠൻ്റെ വൈഫും കുട്ടികളും പിന്നെ എൻ്റെ വൈഫും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. ഉപ്പ നാട്ടിൽ ഒരു ഓട്ടോ ഡ്രൈവറാണ്. മുൻപ് ഗൾഫിലായിരുന്നു. ഉപ്പ പ്രവാസ ജീവിതം മതിയാക്കിയപ്പോൾ ജ്യേഷ്ഠൻ ആ പോസ്റ്റിലേക്ക് കയറിപ്പറ്റി. ജ്യേഷ്ഠൻ ഇപ്പോൾ ഗൾഫിൽ ഒരു കമ്പനിയിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്നു. നല്ല സന്തോഷത്തോടെ പോകുന്ന എൻ്റെ ലൈഫ്. നാട്ടിൽ പല ജോലിക്കും പോയിക്കൊണ്ടിരിക്കുന്ന എനിക്ക് ഉപ്പയും ജ്യേഷ്ഠനും കൂടി തിരുപ്പൂരിൽ ഒരു ബേക്കറി മേടിച്ചു തന്നു. അത്യാവശ്യം കച്ചവടം നടക്കുന്ന ഒരു കട തന്നെയായിരുന്നു അത്. നടത്താൻ ആളില്ലെന്ന കാരണം കൊണ്ടാണ് മുൻപ് നടത്തിയവർ കട ഞങ്ങൾക്ക് വിറ്റത്. ബേക്കറി പരിപാടി വശമില്ലാത്ത എനിക്ക് ജ്യേഷ്ഠൻ്റെ ഒരു കൂട്ടുകാരനെ പാർട്ട്ണറാക്കി വെച്ചു തന്നു. ജ്യേഷ്ഠൻ്റെ കൂടെ പഠിച്ച കബീറായിരുന്നു അത്. ആള് പാവമാണെങ്കിലും ചില ഉടായ്പകളൊക്കെ ഉണ്ട് അവൻ്റെ കയ്യിൽ. അത് ഞാൻ പതിയെ പറയാം. 2 മാസം കൂടുമ്പോൾ നാട്ടിൽ പോയി വരും. ഇല്ലെങ്കിലേ ഭാര്യ പിണങ്ങും. 5-6 വർഷം പ്രേമിച്ചടന്ന് കെട്ടിയതാ. പിണങ്ങിയാൽ പിന്നെ 5-6 ദിവസം എടുക്കും ആ പിണക്കമൊന്ന് മാറാൻ. ഫ്രണ്ടിൻ്റെ പെങ്ങളുടെ കല്യാണത്തിന് ഫുഡ് അടിക്കാൻ പോയപ്പോൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് കണ്ടതാ ഈ പിണക്കക്കാരിയെ. പേര് ഷിംല. നല്ല ചൂട് ബിരിയാണിയും തട്ടി ഞാനും എൻ്റെ കൂട്ടുകാരൻ സമീറും ഓഡിറ്റോറിയത്തിൻ്റെ സ്റ്റേജിലേക്ക് നടന്നു. വായനോട്ടം ഒരു കലയായതുകൊണ്ട് കുറച്ചു നേരം ഇനി അങ്ങനെ സമയം കളയാമെന്ന് വിചാരിച്ചു. ആ സമയം കൂട്ടുകാരികളുടെ കൂടെ സെൽഫി എടുത്തിരിക്കുന്ന ഷിംലയുടെ കണ്ണുകൾ എൻ്റെ കണ്ണിലുടക്കി. കാണാൻ അതീവ സുന്ദരിയായ ഷിംലയെ എനിക്കൊരുപാട് ഇഷ്ടമായി. പിന്നീട് കുറേ നാൾ അവളുടെ പുറകെ നടന്നു. ഞാൻ അവളെ വളച്ചെടുത്തു. പിന്നെ കറക്കമായി, കോളിങ്ങായി, അവസാനം എൻ്റെ തലയിലുമായി. തലയിലായെന്ന് ഞാൻ ചുമ്മാ പറഞ്ഞതാട്ടോ. അവളൊരു പാവ. ഇവളല്ലാതെ വേറൊരു പെണ്ണിനെയും ഞാൻ ആ രീതിയിൽ കണ്ടിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. പക്ഷേ എല്ലാം മാറ്റിമറിച്ചു കൊണ്ടുവന്നത് പ്രിയാക്കയുടെ വരവാണ്. ഈ പ്രിയാക്ക ആരാണെന്നല്ലേ? തിരുപ്പൂർ ബേക്കറിയിലെ എൻ്റെ ഒരു കസ്റ്റമർ. ദിവസവും 3 നേരം ആൾ വരും. ബനിയൻ കമ്പനികൾ കൊണ്ട് നിറഞ്ഞൊഴുകുന്ന തിരുപ്പൂരിലെ ഒരു കമ്പനിയിലെ ജോലിക്കാരിയായിരുന്നു ഈ പ്രിയാക്ക. ആ കമ്പനിയുടെ അടുത്തായിരുന്നു എൻ്റെ ബേക്കറി. അടുത്തെന്ന് പറഞ്ഞാൽ തൊട്ടടുത്തൊന്നും അല്ല കേട്ടോ, കുറച്ച് ഉള്ളിലേക്ക് പോകണം. ഇവിടെ കമ്പനിയിലെല്ലാം ടീ ടൈം എന്ന് പറയുന്ന ഒരു ടൈമുണ്ട്. അത് രാവിലെ 10 മണിക്കും പിന്നെ വൈകുന്നേരം 3-4 മണിക്കും പിന്നെ ഒരു 6 മണിക്കും. ഈ 3 സമയത്തും മുടങ്ങാതെ വരുന്ന എൻ്റെ പ്രിയ കസ്റ്റമറായിരുന്നു ഈ പ്രിയാക്ക. ഞങ്ങൾ വരുന്നതിലും എത്രയോ കാലം മുമ്പ് മുതൽ ഇവിടെ വരാൻ തുടങ്ങിയ കസ്റ്റമറാണ്. പ്രിയാക്ക വരുമ്പോൾ കൂടെ വേറെയും പെണ്ണുങ്ങളുണ്ടാവും. 2-3 ചെറിയ പെൺകുട്ടികളും പിന്നെ പ്രിയാക്കയുടെ അതേ വയസ്സിൽ വേറെ 2 പേരും. പ്രിയാക്കയുടെ വയസ്സെന്ന് പറയുമ്പോൾ ഒരു 40 വയസ്സ് തോന്നിക്കും. കാണാൻ നല്ല തടിയും വട്ടമുഖവും പിന്നെ എല്ലാം ഒരു 1.5. ഏയ് അല്ല, അതിൽ കൂടുതലാണ്. കൂടെ വരുന്നവരും കൊള്ളാം കേട്ടോ. പക്ഷേ അത് വേറൊരു ഐറ്റം തന്നെയാണ്. അതിന് കാരണവുമുണ്ട് കേട്ടോ. കൂടെയുള്ളവരെല്ലാം തമിഴത്തികളാണെങ്കിലും നമ്മുടെ പ്രിയാക്ക തനി മലയാളിയാണ് കേട്ടോ. അതും പക്ക കോഴിക്കോട്ടുകാരി. ദിവസവും വന്നു പോകുമെങ്കിലും എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. ഞാനാണെങ്കിൽ ഒന്ന് ചോദിക്കാറുമില്ല. ഒന്നാമത് ആ സമയം കടയിൽ നല്ല തിരക്കായിരിക്കും. പിന്നെ ഞാൻ അധികം ആരോടും അങ്ങനെ സംസാരിക്കാൻ നിൽക്കാറില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം 3 മണിക്ക് ചായ കുടിക്കാൻ വന്ന പ്രിയാക്ക എന്നോട് ചോദിച്ചു, ഡാ നീ നാട്ടിലെവിടെയാ? ഞാൻ പറഞ്ഞു മലപ്പുറം എന്ന്. മലപ്പുറമോ? മലപ്പുറത്തെവിടെയാ? പ്രിയാക്ക ചോദിച്ചു. തിരൂരാണ്, അറിയോ? ഞാൻ ചോദിച്ചു. പിന്നെ അറിയാതെ, ഞങ്ങൾ നാട്ടിൽ പോയി വരുമ്പോൾ തിരൂരിലൂടെ വരാറ്. ഓ, തിരൂരിലാണോ ചേച്ചിയുടെ വീട്? ഞാൻ ചോദിച്ചു. അല്ലടാ, ഞാൻ കോഴിക്കോടാണ്. ഞങ്ങൾ ട്രെയിനിൽ വരുമ്പോൾ അതിലൂടെയാണ് വരാറ്. ആ, എനിക്കറിയില്ലായിരുന്നു. ഞാൻ കരുതിയത് ഇവിടെ വല്ലതുമാകുമെന്നാണ്. അതെന്താടാ, എന്നെ കണ്ടിട്ട് നിനക്ക് മലയാളിയെ പോലെ തോന്നിയില്ലേ?
അത് എനിക്ക് മുഖം കണ്ടപ്പോൾ തോന്നിയില്ല, ഞാൻ പറഞ്ഞു. മുഖം കണ്ടപ്പോൾ തോന്നിയില്ലെന്നോ? പിന്നെ എവിടെ കണ്ടപ്പോഴാണ് നിനക്ക് തോന്നിയത്? ചേച്ചി ഒരു ചെറു പുഞ്ചിരിയോട് ചോദിച്ചു. അതല്ല, ഞാൻ കരുതി എല്ലാവരും തമിഴാണ് സംസാരിക്കുന്നത്, അപ്പോൾ തമിഴത്തിയാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഡാ, നിനക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഇവർ മലയാളിയാണെന്ന്? പെട്ടെന്ന് പാർട്ട്ണർ കബീർ ഞങ്ങളുടെ ഇടയിൽ കയറി ചോദിച്ചു. അതേടാ, എനിക്കറിയില്ലായിരുന്നു. നിനക്കറിയാമായിരുന്നോ? ഞാൻ അവനോട് ചോദിച്ചു. പിന്നെ എനിക്കറിയാതെ, എനിക്കെല്ലാം മുൻപറിയായിരുന്നു, കബീർ പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് കബീറിനെ പറ്റി ചെറുതായിട്ട് മനസ്സിലായി കാണും അല്ലേ? കോഴിയെന്ന് പറഞ്ഞ കാട്ടുകോഴി. കടയിൽ വരുന്ന ഒരു പെണ്ണുങ്ങളെയും വെറുതെ വിടില്ല. എന്തിനു പറയുന്നു, ഒരു കമ്പിയിൽ ഒരു തുണി ചുറ്റി നിന്നാലും അവന് ഇളക്കം തുടങ്ങും. അവൻ്റെ ഈ എക്സ്ട്രീം കോഴിത്തരം കൊണ്ട് ഒരു പെണ്ണും അവനോട് അടുക്കാൻ പോകാറില്ല. എന്നാലും അവൻ അങ്ങോട്ട് പോകും. അതാണ് അവൻ. എന്നെപ്പോലെ തന്നെ മുഞ്ചുള്ള ഒരുത്തിയെ കെട്ടി വീട്ടിൽ നിർത്തിയിട്ടുണ്ട്. എന്നാലും ഇളക്കത്തിനൊരു കുറവുമില്ല. അന്നത്തെ ആ സംസാരത്തിന് ശേഷം ഞാനും പ്രിയയ്ക്കയും കൂടുതൽ സംസാരിക്കാനും അടുക്കാനും തുടങ്ങി. ചില ദിവസങ്ങളിൽ കബീർ വില്ലനായി എത്തും, അല്ലെങ്കിൽ ടീ മാസ്റ്റർ അണ്ണാച്ചി വില്ലനായി മാറും. അതുമല്ലെങ്കിൽ വേറെ ആരെങ്കിലും. 10-15 മിനിറ്റ് മാത്രമുള്ള ആ ടീ ടൈമിൽ ചൂട് ചായ കുടിക്കാനും എന്നോട് സംസാരിക്കാനും പ്രിയേച്ചി സമയം കണ്ടെത്തി. അത് വെറും ഒരു സംസാരമല്ലായിരുന്നു. ചേച്ചിയുടെ ഉള്ളിലുള്ള ഉദ്ദേശം പതിയെ എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി. കബീറായാലും ടീ മാസ്റ്റർ അണ്ണാച്ചി ആയാലും ചേച്ചിയോട് പലതും സംസാരിക്കാൻ ശ്രമിച്ചു. അതിൽ പലതും അർത്ഥം വെച്ചുള്ള വാക്കുകളായിരുന്നു. പക്ഷേ അവർക്കൊന്നും മറുപടി കൊടുക്കാതെയും സംസാരിക്കാതെയും ചേച്ചി ഒഴിഞ്ഞു മാറും. ഈ സമയം ഞാൻ ഒരു നോട്ടം കൊണ്ടോ സംസാരം കൊണ്ടോ ചേച്ചിയെ വെറുപ്പിച്ചില്ല. അത് ചേച്ചിയെ വളക്കാനോ ചേച്ചിയുടെ സ്നേഹം പറ്റാനോ അല്ലായിരുന്നു. നാട്ടിൽ എന്നെ ഓർത്ത് നിൽക്കുന്ന എൻ്റെ ഷിംലയെ ഓർത്ത് മാത്രമായിരുന്നു. പക്ഷെ ചേച്ചിയുടെ ഉള്ളിലിരിപ്പ് കുറച്ച് പുറത്തേക്ക് ചാടാൻ തുടങ്ങി. ക്യാഷ്യറായി നിൽക്കുന്ന എൻ്റെ അടുത്ത് കസ്റ്റമർ ഇതെന്ന് കണ്ടാൽ ചായ ഗ്ലാസുമായി എൻ്റെ അടുത്തേക്ക് വരും സംസാരിക്കാൻ. ചായ കുടിക്കാനായി കൂടെ വന്നവർ നോക്കിയാൽ പോലും ചേച്ചിക്കതൊന്നും ഒരു പ്രശ്നമേ ആയിരുന്നില്ല. ഒരു ദിവസം ചേച്ചി എന്നോട് ചോദിച്ചു, ഡാ, നീ നാട്ടിൽ പോകുന്നില്ലേ? കുറേ ആയല്ലോ വന്നിട്ട്. ആ, പോണം, 2 ആഴ്ച കൂടി കഴിയട്ടെ, ഞാൻ പറഞ്ഞു. നിനക്കൊക്കെ ഭയങ്കര ക്ഷമയാണല്ലോ എല്ലാത്തിനും, ചേച്ചി പറഞ്ഞു. ചേച്ചിയുടെ ചോദ്യം എല്ലാ തരത്തിലും എനിക്ക് മനസ്സിലായി. ഇതുപോലെയുള്ള ചെറിയ ഡോസ് എന്നും എനിക്ക് തന്നിട്ടേ ചേച്ചി ചായ കുടിച്ച് പോകാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ മറുപടി വളരെ നിസ്സാരമാക്കി കൊടുത്തു. അത് ജീവിച്ചു പോവണ്ടേ, ഇങ്ങനെ നാട്ടിൽ പോയാൽ തെണ്ടേണ്ടി വരും, ഞാൻ പറഞ്ഞു. ഓ, നീ അതും നോക്കി നിന്നോ? ഈ പ്രായത്തിലൊക്കെ ആസ്വദിക്കാനുള്ളത് ഈ പ്രായത്തിൽ തന്നെ ആസ്വദിക്കണം. പിന്നെ അതോർത്തിട്ട് കാര്യം ഉണ്ടായില്ല കേട്ടോ. ഓ, അതാണോ? അതൊക്കെ അതിൻ്റെ മുറയ്ക്ക് നടക്കുന്നുണ്ട്, ഞാൻ ചേച്ചിയോട് പറഞ്ഞു. ഇവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് കുലുക്ക് സർബത്തുണ്ടാകുന്ന കാര്യമല്ലടാ ഞാൻ പറഞ്ഞത്. ചേച്ചി പറഞ്ഞത് കേട്ട് ഞാനാകെ ഞെട്ടിപ്പോയി. ടീ മാസ്റ്റർ അടുത്തുണ്ടായപ്പോൾ ഞാൻ ഒന്നും അറിയാത്ത പോലെ നിന്നു. ചായ കൂടി കഴിഞ്ഞതും ടീ മാസ്റ്റർ അടുത്തുള്ളതുകൊണ്ട് പ്രിയേച്ചി ചായയുടെ ക്യാഷും തന്ന് കമ്പനിയിലേക്ക് പോയി. ആ ദിവസം മുഴുവൻ എൻ്റെ മനസ്സ് എന്നെ വല്ലാതെ വേട്ടയാടി. ചേച്ചി പറഞ്ഞതിലും കാര്യമുണ്ട്. മാസങ്ങൾ ദിവസങ്ങളെപ്പോലെ കടന്നു പോകുന്നു. പറ്റുന്ന കാര്യങ്ങൾ പറ്റുന്ന സമയത്ത് ചെയ്യണം, ഇല്ലെങ്കിൽ ഓരോന്നോർത്ത് ദുഃഖിക്കേണ്ടി വരുമെന്ന് ഞാൻ മനസ്സിലാക്കി. പിന്നീടുള്ള ദിവസങ്ങളിൽ ഞാനും ഓരോന്ന് ആസ്വദിക്കാൻ തുടങ്ങി. ഭാര്യയിൽ മാത്രം ഒതുങ്ങിയ എൻ്റെ ജീവിതം മറ്റു സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ കടിയെടുക്കാൻ വന്ന ചേച്ചി ബോണ്ടയിലും ബജിയിലും തൊട്ടു നോക്കി എന്നോട് ചോദിച്ചു, ഇതെന്താടാ, ഒന്നിനും ചൂടില്ലല്ലോ? ഞാൻ പറഞ്ഞു, ചൂടുണ്ടല്ലോ, ഇപ്പോൾ ഉണ്ടാക്കിയതേ ഉള്ളെന്ന്. അത് കേട്ട് ചേച്ചി പറഞ്ഞു, ഇതാണോ ചൂട്? എനിക്ക് ഈ ചൂടൊന്നും പോരാ, നല്ല ചൂട് വേണമെന്ന്. ചേച്ചി പറയുമ്പോഴുള്ള ആ ചിരിയും കൊഞ്ചലും വണ്ടിയുടെ റൂട്ട് എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. ഒട്ടും വിട്ടുകൊടുക്കാതെ ഞാനും കൊടുത്തു അതിനൊരു മറുപടി. ആ, അതെനിക്കറിയാം,
നിങ്ങൾക്ക് നല്ല ചൂടുള്ളത് വേണമെന്ന്. ഉള്ളത് ചൂടാറി കാണുമല്ലേ? ഞാൻ ചേച്ചിയോട് ചോദിച്ചു. ഒന്ന് പോടാ, അതൊന്നും ചൂടായിട്ടില്ല, ചേച്ചി പറഞ്ഞു. അപ്പോൾ പിന്നെ എന്താ പ്രശ്നം? ഞാൻ ചോദിച്ചു. ചേച്ചി ഒരു ബോണ്ട് എടുത്ത് കടിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, എത്ര ചൂടുണ്ടായിട്ട് എന്താ കാര്യം, വിശക്കുമ്പോൾ കിട്ടണ്ടേ എന്ന്. എന്തോ വലിയൊരു നിരാശ ചേച്ചിയുടെ മുഖത്ത് മാറി മറിയുന്നത് ഞാൻ കണ്ടു. കസ്റ്റമറുള്ള കാരണത്താൽ ആ സംസാരവും പാതി വഴിയിൽ നിന്നു. അന്ന് തന്നെ വൈകുന്നേരം വന്നപ്പോൾ കടയിലെ തിരക്ക് കാരണം ഒന്നും സംസാരിക്കാനും പറ്റിയില്ല. സാധാരണ നാട്ടിൽ പോകാൻ തോന്നുന്നത് അടിയിലുള്ള ആശാൻ്റെ പരാക്രമം സഹിക്കാൻ പറ്റാതെ ആവുമ്പോഴാണ്. ഈ അവസ്ഥയിൽ പോയാൽ ഇനി അതിനൊന്നും നാട്ടിലേക്ക് ഓടണ്ടല്ലോ. എൻ്റെ വഴിമാറിയ ചിന്തകൾ എന്നെ പുതിയ വഴിയിലേക്ക് എത്തിക്കാൻ തുടങ്ങി. പിന്നീടുള്ള ഓരോ സമയവും ഞാൻ ചേച്ചി വരുന്നത് നോക്കി നിൽക്കാൻ തുടങ്ങി. വീട്ടിലേക്കുള്ള എൻ്റെ വിളിയും പതിയെ കുറഞ്ഞു തുടങ്ങി. ഒരു ദിവസം ഭാര്യ വിളിച്ചപ്പോൾ ചോദിച്ചു, എന്താ ഇപ്പോൾ വിളിക്കാനൊരു മടി? ഞാൻ അങ്ങോട്ട് വിളിച്ചാലേ ഇപ്പോൾ സംസാരിക്കൂ, ഇങ്ങോട്ട് വിളിയൊക്കെ നിർത്തിയോ? ഇല്ലടി, കബീർ നാട്ടിലായതുകൊണ്ട് ഇവിടെ ആളില്ല. എല്ലാം നോക്കാനും എല്ലാത്തിനും ഓടി നടക്കാനും ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ പറഞ്ഞു. അവൾ ദേഷ്യത്തോടെ ചോദിച്ചു, അപ്പോൾ ആ ചെക്കൻ അവിടെ? അവനെ പിന്നെ എന്തിനാ അവിടെ നിർത്തിയേ? എടി, അവൻ റെസ്റ്റിന് പോയതാ. ഫുൾ ടൈം അവനെ പിടിച്ചു നിർത്താൻ പറ്റുമോ കടയിൽ? ഞാൻ ചോദിച്ചു. ആ, എനിക്കറിയാൻ പാടില്ല, എന്തോ ഒരു കള്ളത്തരം മണക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്രയും കാലമില്ലാത്ത ഒരു തിരക്കും, എല്ലാത്തിനും കണ്ണെത്തണം കാലെത്തണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വല്ല ചുറ്റിക്കളിയും ഉണ്ടെങ്കിൽ ആദ്യം തന്നെ പറഞ്ഞേക്കണം. എനിക്കെൻ്റെ പാട് നോക്കി പോവാനാ. വളരെ ദേഷ്യത്തിലായിരുന്നു അവൾ അത് എന്നോട് പറഞ്ഞത്. അവളുടെ ആ വാക്ക് എന്നെ ഭയപ്പെടുത്തി. മുന്നോട്ട് കുതിച്ചുകൊണ്ടിരുന്ന ഞാൻ പതിയെ മുട്ടുമടക്കാൻ തീരുമാനിച്ചു. പക്ഷെ വീണ്ടും എല്ലാം താളം തെറ്റിച്ചുകൊണ്ടായിരുന്നു പ്രിയേച്ചിയുടെ നീക്കങ്ങൾ. അടുത്ത ദിവസം എന്നത്തെയും പോലെ രാവിലെ 10 മണിക്ക് കടയിൽ വന്ന ചേച്ചി എന്നോട് നമ്പർ ചോദിച്ചു. നമ്പർ കൊടുത്താൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്ന് ഭയന്ന് ഞാൻ നമ്പർ അവർക്ക് കൊടുത്തില്ല. പല കാര്യങ്ങളും തമാശയും പറഞ്ഞ് ചേച്ചിയുടെ ശ്രദ്ധ മാറ്റി. കസ്റ്റമർ കാരണം ചേച്ചിക്ക് പിന്നെ എന്നോട് നമ്പർ ചോദിക്കാൻ പറ്റിയില്ല. ഉള്ളിൽ ഒന്ന് ഓടിച്ചു നോക്കാനുള്ള ആഗ്രഹമുണ്ടെങ്കിലും മനസ്സതിന് സമ്മതിച്ചില്ല. അങ്ങനെ ഇരിക്കുകയാണ് നാട്ടിൽ നിന്നും ഒരു കോള് വരുന്നത്. ഉപ്പാക്ക് വയ്യെന്നും പറഞ്ഞ് എന്നോട് വേഗം നാട്ടിലേക്ക് എത്താൻ പറഞ്ഞു. നാട്ടിലുള്ള കബീറിനെ വിളിച്ചു വരുത്തി ഞാൻ നാട്ടിലേക്ക് തിരിച്ചു. ഇവിടെ അടുത്തുള്ള വലിയൊരു ഹോസ്പിറ്റലിൽ ഉപ്പയെ അഡ്മിറ്റ് ചെയ്തു. ഞാനും ഉമ്മയുമായിരുന്നു ഉപ്പാക്ക് കൂട്ടിന്. 4-5 ദിവസം അങ്ങനെ ഹോസ്പിറ്റലിൽ ചെലവഴിച്ചു. ഡിസ്ചാർജ് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അവൾക്ക് വയ്യാതെയായി. എല്ലാം ഒന്ന് പൊട്ടിച്ചു കളയാമെന്ന് വെച്ചപ്പോൾ അത് മുടങ്ങിയ അവസ്ഥ. എൻ്റെ മണവാട്ടിയാണെങ്കിൽ ആ സമയമായാൽ എന്നെ ഏഴലത്ത് അടുപ്പിക്കില്ല. ഒരുമാതിരി ദേഷ്യവും കലിപ്പുമാണ് അവൾക്ക്. എന്തായാലും 7 ദിവസം കാത്തു നിൽക്കാമെന്ന് ഞാനും വിചാരിച്ചു. പക്ഷെ എനിക്കൊന്ന് സംഭവിച്ചത് ഒരു പഴഞ്ചൊല്ല് പോലെയായി മാറി. എന്താന്നല്ലേ, യോഗയില്ല അമ്മണി പായ മടക്കി വെച്ചു എന്ന്. എന്താ ഉണ്ടായെന്നല്ലേ? 6-ാമത്തെ ദിവസം കബീറിൻ്റെ കോള്. ഡാ, നീ ഒന്ന് വരൂ, എൻ്റെ ചെറിയ കുട്ടിക്ക് തീരെ വയ്യ. വീട്ടിൽ നിന്നും വിളിച്ചിരുന്നു, ഞാനൊന്ന് നാട്ടിലേക്ക് പോവാം. എടാ, അത് ഇവിടെ ഉപ്പാക്ക് വയ്യ, ഞാൻ പിന്നെ എങ്ങനെ വരും? ഞാൻ അവനോട് ചോദിച്ചു. അതിന് നീയല്ലേ ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞത് ഉപ്പാക്കിപ്പോൾ കുഴപ്പമില്ലെന്ന്? ആ, അത് ശരിയാ. എന്നാലും ഈ അവസ്ഥയിൽ ഞാൻ അങ്ങോട്ട് വന്നാൽ പിന്നെ? ഒരു പിന്നെയില്ല, ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. രാത്രി കടയടിച്ച് ഞാൻ കയറും. നീ വൈകുന്നേരം 6 മണിക്കുള്ള ട്രെയിനിൽ കയറിക്കോ. അതും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു. എനിക്കൊരാവശ്യമുണ്ടായപ്പോൾ കയറി തന്നവനാ. ഞാൻ തിരിച്ച് ആ നന്ദി ചെയ്യണമല്ലോ. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. 6 മണിക്കുള്ള ആ ട്രെയിനിൽ കയറി ഇങ്ങ് തിരിച്ചു പോന്നു. എല്ലാം ഒന്ന് പൊട്ടിച്ചെറിയാൻ പോയതാ, പക്ഷേ ഒന്നും നടന്നില്ല. ഇനി കൈപ്പടി തന്നെ ശരണം. ഞാൻ അതും ആലോചിച്ച് അന്ന് രാത്രി കിടന്നുറങ്ങി. നേരം വെളുത്ത് കുളിച്ചൊരുങ്ങി എന്നത്തെയും പോലെ കടയിലേക്ക് വെച്ച് പിടിച്ചു. ഞാനും ജോലിക്കാരൻ ചെക്കനും ഷോപ്പെല്ലാം വൃത്തിയാക്കി കച്ചവടം ആരംഭിച്ചു. ഇതിനിടയിൽ അവൻ്റെ മുഖത്ത് എന്നുമില്ലാത്ത ഒരു ചിരി ഞാൻ കണ്ടു. എന്തോ ഒളിക്കുന്ന പോലെയുള്ള ഒരു ചിരി.
ഞാനപ്പോൾ അവനോട് ചോദിച്ചു, എന്താടാ ഒരു കള്ളച്ചിരി? ഏയ് എന്ത് ചിരി? ആര് ചിരിച്ചു? അവൻ ആ കള്ളച്ചിരി അടക്കി പിടിച്ച് എന്നോട് പറഞ്ഞു. എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ വീണ്ടും ചോദിക്കാൻ പോയില്ല. എൻ്റെ ക്യാരക്ടർ അങ്ങനെയാ. ഒരു തവണ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ ആ വഴിക്ക് പോകില്ല. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ടീ മാസ്റ്റർ വന്നെത്തി. ടീ മാസ്റ്ററിൻ്റെ ഡ്യൂട്ടി 7 മണിക്കാണ്. എന്നെ കണ്ടതും ടീ മാസ്റ്റർ ചോദിച്ചു, എന്തായി ഓണർ, നാട്ടിൽ പോയിട്ട് അപ്പാക്ക് എപ്പിടി ഇருக்கு? ഞാൻ ഈ ഷോപ്പ് വാങ്ങിയ അന്ന് മുതൽ മൂപ്പരെന്നെ വിളിക്കുന്ന പേരാണ് ഓണർ എന്ന്. അത് പിന്നെ മാറ്റി വിളിക്കാൻ ഞാൻ പോയിട്ടുമില്ല. അങ്ങനെ ടീ മാസ്റ്ററുമായി ഞാൻ വിശേഷങ്ങൾ പങ്കുവെച്ചു. എല്ലാം കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് കയറിയ മൂപ്പര് എനിക്കൊരു ഗ്ലാസ് ചായയുമായി വന്നു. മൂപ്പർക്ക് പണ്ടേയുള്ള ശീലമാണ് ഡ്യൂട്ടിക്ക് കയറിയാൽ ആദ്യം ചായ എനിക്ക് കൊണ്ട് തരുന്നത്. അങ്ങനെ ഞാൻ ആ ചായയും വാങ്ങി കുടിച്ച് ക്യാഷ് കൗണ്ടറിലേക്ക് നടന്നു. പെട്ടെന്ന് പിറകിൽ നിന്നും, ആ ഓണർ, നിങ്ങൾ പോയതിൽ പിന്നെ എന്നും ആ പ്രിയ ഉങ്ങളെ ചോദിച്ചു വരും, എന്നും ചോദിക്കും എപ്പോൾ വരുമെന്ന് മാസ്റ്റർ എന്നോട് പറഞ്ഞു. അയാൾക്ക് എന്ത് മറുപടി കൊടുക്കുമെന്ന് അറിയാതെ ഞാൻ പതിയെ തിരിഞ്ഞു പറഞ്ഞു, ഓ ആണോ, ആ ചേച്ചി ഒരു പാവമാ. എന്തായാലും എന്നും വരുന്നുണ്ടല്ലോ, അത് മതി. ആ അതൊക്കെ ഓക്കെ. എന്നാലും അവൾക്ക് അങ്കിളോട് എന്തോ ഒരു ഇതുണ്ട്. എന്തിത്? ഞാൻ കൈ നിട്ട് ഒരു എക്സ്പ്രഷൻ അങ്ങ് കാച്ചി. ഓ ഓണർ, ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കണ്ട. രണ്ടുപേരുടെയും നോട്ടവും സംസാരവും ഞാൻ കേൾക്കാറുണ്ട് കേട്ടോ. ഓ അതാണോ? എക്സ്പ്രഷൻ പൊളിഞ്ഞ് ഞാൻ പുതിയൊരു എക്സ്പ്രഷൻ ഇട്ട് ചോദിച്ചു, ഓണർ ഇങ്ങനെ നടന്നോ? നല്ലൊരു സാധനത്തെ കയ്യിൽ കിട്ടിയിട്ട് എൻ്റെ കയ്യിൽ വല്ലതും വായിക്കണം, ദിവസവും ഞാൻ മേഞ്ഞാനേ. അയാൾ പറഞ്ഞു. എന്താ മാസ്റ്റർ ഇങ്ങനെയൊക്കെ പറയുന്നേ? അതൊരു പാവമാ എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഞാൻ അവിടുന്ന് സ്കൂട്ടായി. മനസ്സിലെന്തോ കുറ്റബോധം നിറഞ്ഞു. അങ്ങനെ സമയം കടന്നുപോയി. 10 മണിയുടെ ടീ ടൈമായി. ആളുകൾ ചായ കുടിക്കാനായി എത്തി. ദാ വരുന്നു പ്രിയേച്ചിയും കൂട്ടാളികളും. ഞാൻ നോക്കുമ്പോൾ പുതിയൊരു ചേച്ചിയും ഉണ്ടായിരുന്നു അവരുടെ കൂടെ. എന്നെ കണ്ടതും പ്രിയേച്ചി ചാടി വീണു. ഡാ, നീ എപ്പോൾ വന്നു? ആ ഞാനിന്നലെ രാത്രി എത്തി. അല്ല, നിൻ്റെ ഉപ്പാക്ക് എങ്ങനെയുണ്ട്? കുറവുണ്ടോ? ആ കുറവുണ്ട്, ഇപ്പോൾ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു. അല്ലടാ, എന്താ നിൻ്റെ മുഖത്ത് ഒരു സന്തോഷമില്ലാട്ടെ? പോയിട്ട് ഒന്നും നടന്നില്ലല്ലേ? ഒന്ന് പോ ചേച്ചി എന്നും പറഞ്ഞ് ഞാൻ മറ്റ് കസ്റ്റമേഴ്സിനെ ശ്രദ്ധിക്കാൻ പോയി. പെട്ടെന്ന് ചേച്ചി എന്നെ വിളിച്ചു പറഞ്ഞു, ഡാ, ഇത് ഞങ്ങളുടെ കമ്പനിയിലെ പുതിയ ആളാ, പേര് ഗൗരി. ഞാൻ അവരെ നോക്കി ചിരിച്ചുകൊണ്ട് എവിടെയാണ് നാട് എന്ന് ചോദിച്ചു. ആ ചേച്ചി പാലക്കാടാണെന്ന് മറുപടി തന്നു. എന്തോ കുറച്ച് ജാടയുള്ള ടൈപ്പാണെന്ന് എനിക്ക് തോന്നി. ജാട ഉണ്ടെങ്കിലും കാണാൻ കിടിലനായിരുന്നു. അങ്ങനെ ചായ കുടി കഴിഞ്ഞ് അവർ പോകുന്ന നേരം പ്രിയേച്ചി എന്നോട് എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടായി. പക്ഷേ കുറച്ചധികം കസ്റ്റമേഴ്സ് ഉണ്ടായതുകൊണ്ട് ചേച്ചി ക്യാഷും തന്നു പോയി. എന്തായാലും ഞാനിന്ന് നാട്ടിൽ പോയി വന്നപ്പോഴേക്കും ചേച്ചി ഒന്നുകൂടെ മിനുങ്ങിയിട്ടുണ്ട്. നാട്ടിൽ പോയി ഉപയോഗിക്കാൻ പറ്റാത്തതൊക്കെ ഒന്ന് ഉപയോഗിച്ചാലോ എന്ന് എനിക്ക് തോന്നിപ്പോയി. അങ്ങനെ വൈകുന്നേരം 3 മണിയുടെ ടീ ടൈമായി. ഞാൻ നോക്കുമ്പോൾ അവർ വരുന്ന ടൈമായിട്ടും അവരെ ആരെയും കാണുന്നില്ല. എന്തു പറ്റിയെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ചേച്ചിയുടെ കൂട്ടത്തിൽ എന്നും വരുന്ന ഒരു തമിഴ്ത്തിക്കുട്ടി ഒരു പാത്രവുമായി വരുന്നത് കണ്ടത്. എന്തു പറ്റി? എല്ലാവരും എവിടെ പോയി? ഞാൻ അവളോട് ചോദിച്ചു. അത് ഇന്ന് കുറച്ച് പണി കൂടുതലാണ്. മാനേജർ ആരെയും ടീ കുടിക്കാൻ വിട്ടില്ല. എല്ലാവർക്കും ഉള്ളത് എന്നോട് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അവൾ പറഞ്ഞു. ഓ അതാണോ ആരും വരാത്തത്? ഇനി 6 മണി ടീ ടൈമിൽ ഇതുപോലെ ആകുമോ? ഞാൻ അവളോട് ചോദിച്ചു. ഇല്ല, അപ്പോഴേക്കും തീരും വർക്ക്. ചിലപ്പോൾ വരും, അവൾ പറഞ്ഞു. അങ്ങനെ സമയം കടന്നുപോയി. കാണാതായപ്പോൾ എന്തോ എൻ്റെ മനസ്സ് നന്നായി വിങ്ങുന്നുണ്ടായിരുന്നു. വൈകുന്നേരം 6 മണിയായപ്പോൾ ദാ വരുന്നു പ്രിയേച്ചിയും കൂടെ ഉണ്ടായ ആ പുതിയ ചേച്ചിയും. വരുന്നത് കണ്ടപ്പോഴേ മനസ്സിൽ ഒരു വെളിച്ചം വീണു. പക്ഷേ ചേച്ചിയുടെ കയ്യിൽ നേരത്തെ ആ പെണ്ണ് കൊണ്ടുവന്ന പാത്രമുണ്ടായിരുന്നു. ഡാ,
ഇതിൽ ഒരു 6 പേർക്കുള്ള ചായ താ. കമ്പനിയിൽ പണിയായതുകൊണ്ട് ആരെയും വിട്ടില്ല, വേഗം താ, പ്രിയേച്ചി പറഞ്ഞു. ഞാൻ ചേച്ചിയുടെ കയ്യിൽ നിന്നും ആ പാത്രം കൈനീട്ടി വാങ്ങി. ആ പാത്രത്തിൻ്റെ പിടുത്തം പിടിച്ചപ്പോൾ ചേച്ചിയുടെ വിരലുകളും എൻ്റെ കൈക്കുള്ളിലായി. ചേച്ചി എന്നെ ഒന്ന് നോക്കി ചിരിച്ച് വിരൽ പതിയെ ഊരിയെടുത്തു. അപ്പുറത്തുനിന്ന ചേച്ചി ഇതെല്ലാം നല്ലതുപോലെ വീക്ഷിക്കുന്നുണ്ടായി. ചായപാത്രം വാങ്ങി ഞാൻ നേരെ ടീ മാസ്റ്ററിന് കൊടുത്തു. ഡാ, ഒരു 6 കടി വേണം, എന്താ ഇന്നുള്ളത്? ചേച്ചി എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മുളക് ബജിയുണ്ട്, വെങ്കായ ബോണ്ടയുണ്ട്, ഉരുളക്കിഴങ്ങ് ബോണ്ടയുണ്ട്, പിന്നെ ഉഴുന്നുവടയുണ്ട്. അത് ചൂടുണ്ടാകില്ല, കുറച്ചുമ്പ് ഉണ്ടാക്കിയതാ. പ്രിയേച്ചി മുന്നിൽ പൊരിച്ചു വെച്ച ഒരു മുളക് ബജി എടുത്ത് എന്നോട് ചോദിച്ചു. ഡാ, ഈ മുളക് ബജി എന്താ ഇത്രയും ചെറുത്? എനിക്ക് വലിയ ബജി വേണം. ചേച്ചി, ഇതെല്ലാം അടിപൊളിയാ, ഇപ്പോൾ ഉണ്ടാക്കിയതുകൊണ്ട് നല്ല ചൂടുണ്ടാകും, വലിപ്പം നോക്കണ്ട, ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് കേൾക്കാതെ ചേച്ചി വീണ്ടും ഒരു മുളക് ബജി എടുത്തു. എന്നിട്ട് എൻ്റെ കണ്ണിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇത്രയും വേണം, അപ്പോഴേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകുള്ളൂ. പിന്നിൽ നിന്ന് മറ്റേ ചേച്ചി മുഖം പൊത്തി ചിരിക്കാൻ തുടങ്ങി. സംഭവം ഏത് റൂട്ടിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലായിട്ടും ഞാൻ അവർക്കൊത്ത് തുള്ളാൻ നിന്നില്ല. കാരണം കടയിലുള്ള മറ്റ് കസ്റ്റമേഴ്സ് എന്നെ നോക്കുന്നുണ്ടായിരുന്നു. പിറകിൽ നിന്ന് ആ ചേച്ചി പറഞ്ഞു, എനിക്ക് ചെറുതായാലും കുഴപ്പമില്ല, തണുത്തതാകാതിരുന്നാൽ മതി. തണുത്താൽ അതിങ്ങനെ കുഴഞ്ഞു നിൽക്കും, അത് കഴിക്കാനും കൊള്ളില്ല എന്ന്. ഇത് കേട്ട ഒരു തമിഴൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഒരു ഉലക്കബജി ഉണ്ടാക്കി തരാൻ പറ അവനോട്, അതാകുമ്പോൾ കുഴഞ്ഞു പോകില്ലല്ലോ. ഇത് കേട്ടതും രണ്ടുപേരുടെയും വാടഞ്ഞു. കൂട്ടത്തിൽ വലിയൊരു മുളക് ബജി നോക്കിയെടുത്ത് ചേച്ചി കവറിലാക്കി ക്യാഷും തന്നുപോയി. അങ്ങനെ അന്ന് രാത്രി ഒരു 9 മണിയായപ്പോൾ ഒരു കൈയിൽ ഭാര്യയ്ക്കും കോൾ ചെയ്ത് മറ്റേ കൈകൊണ്ട് ഫ്രിഡ്ജിൽ കൂൾ ഡ്രിങ്ക്സ് അടക്കി വെക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ഞാൻ നോക്കുമ്പോൾ എനിക്ക് പരിചയമില്ലാത്തൊരു നമ്പർ. ആരായെന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ ആദ്യം എടുത്തില്ല. ഭാര്യയോടുള്ള സംസാരം തുടർന്നു. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും ആ നമ്പറിൽ നിന്നും കോള് വരാൻ തുടങ്ങി. ഞാൻ ഭാര്യയോട് പറഞ്ഞു, എടി, ആരോ വിളിക്കുന്നുണ്ട്, ഞാനൊന്ന് എടുത്തു നോക്കട്ടെ. അതും പറഞ്ഞ് ഞാൻ അവളുടെ കോൾ കട്ട് ചെയ്തു. ആ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു. ഹലോ, ആരാ? എടാ, ഞാനാ, പ്രിയേച്ചി. ആ, പ്രിയേച്ചി, എന്താ ഈ സമയത്ത്? ഞാൻ ചോദിച്ചു. എടാ, അതൊന്നുമില്ല, ഞാൻ ചുമ്മാ ഇരുന്നപ്പോൾ വിളിച്ചതാ. അല്ല, ഞാൻ വിളിച്ചപ്പോൾ നീ ഭയങ്കര ബിസി ആയിരുന്നല്ലോ, ആരോടായിരുന്നു ചൊല്ലിക്കൊണ്ടിരുന്നത്? പ്രിയേച്ചി ചോദിച്ചു. അത് എൻ്റെ ഭാര്യയായിരുന്നു, ഞാൻ പറഞ്ഞു. ഭാര്യയോടോ? ഭാര്യയോട് എന്താടാ ഇപ്പോൾ ഇത്ര സൊല്ലാൻ? കുറേ കാലമായില്ലേ കല്യാണം കഴിഞ്ഞിട്ട്, അതൊന്നും മടുത്തില്ലേ നിനക്ക്? പ്രിയേച്ചി ചോദിച്ചു. എന്ത് മടുക്കാൻ? ഞാൻ പിന്നെ അവളോടല്ലാതെ ആരോട് സംസാരിക്കാനാ? ഞാൻ ചിരിച്ചുകൊണ്ട് ചേച്ചിയോട് ചോദിച്ചു. അതല്ലടാ, ഈ ആണുങ്ങൾക്കെല്ലാം മത്തി കൂട്ടി മടുക്കുമ്പോൾ അയില കൂട്ടാൻ തോന്നും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. ഓ, നമ്മൾക്ക് അങ്ങനെയൊന്നും ഇല്ല, നമ്മൾ വെറും പാവങ്ങളാ. അതുപോട്ടെ, ആരാണിപ്പോൾ ഈ അയില? ഞാൻ ചോദിച്ചു. ഓ, എൻ്റെ മോനെ, ഞാനിപ്പോൾ നിന്നെ വിളിച്ചത് മീൻ കച്ചവടം പഠിപ്പിച്ചു തരാനല്ല. നീ ഇപ്പോൾ ഫ്രീ ആണോ? പ്രിയേച്ചി ചോദിച്ചു. അല്ല, ഇവിടെ കുറച്ച് പണികളുണ്ട്, 10 മണിക്ക് കട പൂട്ടുന്ന മുമ്പ് എല്ലാം തീർക്കണം, ഞാൻ പറഞ്ഞു. ഡാ, നീ ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വരുമോ? ചേച്ചി പെട്ടെന്ന് എന്നോട് ചോദിച്ചു. ഞാനത് കേട്ട് ഒന്ന് വിറച്ചുപോയി. ഞാൻ കേൾക്കാത്ത പോലെ ചേച്ചിയോട് പറഞ്ഞു. എന്താ എന്താ ചേച്ചി പറഞ്ഞത്? എടാ, നീ ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വരുമോ എന്ന്. എന്തിന്? അത് ഇന്നിവിടെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അതെന്തു പറ്റി? എല്ലാവരും എവിടെ പോയി? ഞാൻ ചോദിച്ചു. അത് അങ്ങേര് മലയ്ക്ക് പോകാൻ മാലയിട്ടിരുന്നു, ഇന്ന് മലയ്ക്ക് പോയി, ഇനി 3-4 ദിവസം കഴിഞ്ഞേ വരൂ, ചേച്ചി പറഞ്ഞു. അപ്പോൾ ചേച്ചി ഒറ്റയ്ക്കാണോ വീട്ടിൽ? ഞാൻ ചോദിച്ചു. അതേടാ, നീയൊന്ന് വാ, നമുക്ക് വല്ലതും മിണ്ടിയും പറഞ്ഞു ഇരിക്കാമല്ലോ. ഓ, മിണ്ടിയും പറിച്ചിലും മാത്രം മതിയോ? വേറെ ഒന്നുമില്ലേ?
ഞാൻ ചേച്ചിയെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. ആ, സമയമുണ്ടെങ്കിൽ മിണ്ടിയും പറഞ്ഞിരിക്കാമെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ചേച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, ഇനി ചേട്ടൻ വരുവോളം ചേച്ചി ഒറ്റയ്ക്കാണോ? അല്ലടാ, നാളെ മകൾ ഹോസ്റ്റലിൽ നിന്നും വരും. പിന്നെ ഒന്നും നടക്കില്ല. അതാ ഞാൻ ഇന്ന് തന്നെ നിന്നെ വിളിച്ചത്. നീ വാടാ. അത് ചേച്ചി, എനിക്കിവിടെ പണിയുണ്ട്. കടയിൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ചേച്ചിക്കറിയാലോ, കെബീർ പോലും ഇല്ലെന്ന്. ഡാ വാടാ, എനിക്ക് ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുന്നു. അല്ല, ചേച്ചിക്കെൻ്റെ നമ്പർ എങ്ങനെ കിട്ടി? ഞാൻ ചോദിച്ചു. അതൊക്കെ നീ വരുമ്പോൾ പറയാം, വാ. അല്ല ചേച്ചി, പറ, എന്നാ ഞാൻ വരാം. അത് ആ ചെക്കൻ തന്നതാ. നീ നാട്ടിൽ പോയപ്പോൾ ഒന്ന് വിളിച്ചു നോക്കാമെന്ന് കരുതി മേടിച്ചതാ. അപ്പോഴേക്കും നീ തിരിച്ചു വന്നു. പെട്ടെന്ന് എൻ്റെ ഫോൺ റിങ് ചെയ്തു. ഞാൻ നോക്കിയപ്പോൾ ഭാര്യ ഷിംല. അയ്യോ, പണി പാളി. ഇത്രയും നേരം ഞാൻ ആരുമായി സംസാരിച്ചിരിക്കാമെന്ന് അവൾ ചോദിച്ച് വഴക്കായിരിക്കും. ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഞാൻ പിന്നെ വിളിക്കാം, എനിക്കിവിടെ കുറേ കസ്റ്റമർ ഉണ്ട് എന്നും പറഞ്ഞ് ഞാൻ വേഗം ചേച്ചിയുടെ കോൾ കട്ട് ചെയ്തു. ഞാൻ കോൾ എടുക്കാത്തത് കൊണ്ട് ദേഷ്യം പിടിച്ച് കോൾ കട്ട് ചെയ്ത് ഭാര്യ പോയി. ഞാൻ വേഗം അവളെ തിരിച്ചു വിളിച്ചു. എന്താണെന്നറിയില്ല, വേഗം കോൾ എടുത്തു അവൾ. സാധാരണ ഇങ്ങനത്തെ സമയങ്ങളിൽ പതിവില്ലാത്തതാണിത്. ഓ, ഇങ്ങടെ കൊഞ്ചലെല്ലാം കഴിഞ്ഞോ? ഫോൺ എടുത്തതും ഭാര്യ ചോദിച്ചു. ഒന്ന് പോടി, അത് കെബീറായിരുന്നു. അവൻ്റെ മോൾക്ക് വയ്യ, അത് പറയായിരുന്നു. ആ, അതായിരുന്നോ? എന്തു പറ്റി, കുട്ടിക്ക് കുറവില്ലേ? അവൾ ചോദിച്ചു. ആ, കുറച്ച് കുറവുണ്ട്, പക്ഷെ പനി അങ്ങ് വിട്ടു മാറിയിട്ടില്ല. ഞാൻ അവളോട് പറഞ്ഞു. അവളത് വിശ്വസിക്കുകയും ചെയ്തു. വീണ്ടും ഫോൺ റിങ് ചെയ്തു. ഞാൻ നോക്കുമ്പോൾ അതേ നമ്പർ, പ്രിയേച്ചി തന്നെ. ഞാൻ പക്ഷേ കോൾ എടുത്തില്ല. പക്ഷെ വീണ്ടും വീണ്ടും കോൾ വന്നുകൊണ്ടിരുന്നു. ഒരു തവണ തന്നെ ഷിംലയുടെ കയ്യിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടതാ. എന്നെ ചിലപ്പോൾ അവൾ സ്ക്രീൻഷോട്ട് വല്ലതും അയച്ചു തരാൻ പറഞ്ഞാൽ ഞാൻ പെടുമെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ആ സമയം എനിക്ക് കടയടിച്ച് പോകാനും പറ്റില്ലായിരുന്നു. ഷിംലയോട് കുറച്ച് സംസാരിച്ച് ഞാൻ കടയിൽ പണിയുണ്ടെന്നും പറഞ്ഞ് കോൾ കട്ട് ചെയ്തു. എന്നിട്ട് ഫോണിൽ നോക്കുമ്പോൾ 12 മിസ് കോൾ വന്നു കിടക്കുന്നു. മനസ്സിൽ പല ചിന്തകളും കയറി മനസ്സമാധാനം നഷ്ടപ്പെട്ടു. വെറുതെ വല്ല വയ്യാവേലിക്കും പോയി ചാടണ്ടെന്ന് കരുതി ഞാൻ പ്രിയേച്ചിയുടെ നമ്പർ ബ്ലോക്ക് ചെയ്തു വെച്ചു. അങ്ങനെ ആ രാത്രി കടന്നുപോയി. അടുത്ത ദിവസം 10 മണിയായപ്പോൾ ഞാൻ പ്രിയേച്ചിയും കാത്തു നിന്നു. എന്തെങ്കിലും പറഞ്ഞ് സോപ്പിടാമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ആ ടീ ടൈമിൽ ചേച്ചി വന്നില്ല. കൂടെ വരുന്ന എല്ലാവരും വന്നു. ഞാൻ അവരോട് ചോദിച്ചു, എന്തു പറ്റി, പ്രിയേച്ചിയെ കണ്ടില്ലല്ലോ എന്ന്. അപ്പോൾ അതിലൊരുത്തി പറഞ്ഞു, ചേച്ചി ഇന്ന് ലീവാ, വന്നിട്ടില്ല എന്ന്. പിറകിൽ നിന്ന മറ്റൊരു ചേച്ചിയോട് ഞാൻ ചോദിച്ചു, എന്താ ചേച്ചി, പ്രിയേച്ചി ലീവ് എടുത്തത് വല്ല അസുഖവും ഉണ്ടോ എന്ന്. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഇല്ലടാ, അസുഖമൊന്നുമില്ല. ചേച്ചിയുടെ മകൾ ഹോസ്റ്റലിൽ നിന്നും വന്നിട്ടുണ്ട്, അതാ ഇന്ന് ലീവ് എടുത്തേ. ഇനി ചിലപ്പോൾ അവൾ പോകുവോളം ലീവായിരിക്കുമെന്ന്. അത് കേട്ടപ്പോൾ എനിക്കെന്തോ സങ്കടം തോന്നി. ചേച്ചി അത്രയും വിളിച്ചിട്ടും ഞാനൊന്ന് കോൾ എടുത്തു പോലും നോക്കിയില്ല. ഇനി ചേച്ചി അപമാനിച്ച പോലെ തോന്നിയാവോ? എൻ്റെ മനസ്സ് ഒന്ന് പിടഞ്ഞു. ബ്ലോക്ക് മാറ്റി ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ മകൾ വീട്ടിലുള്ളപ്പോൾ ഞാൻ വിളിച്ചാൽ വല്ല പ്രശ്നവുമാകുമെന്ന് ഞാൻ കരുതി. ആ നീക്കം ഞാൻ വേണ്ടെന്ന് വെച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ചായ വാങ്ങാൻ ആരും വരാതെയായി. എന്നും ഒരു പെൺകുട്ടി വന്ന് ചായ പാർസൽ വാങ്ങിയിട്ട് പോകും. പ്രിയേച്ചി ചോദിക്കുമ്പോൾ പറയും ലീവാണെന്നും വേറെ എനിക്കൊന്നും അറിയില്ലെന്നും. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം പ്രിയേച്ചിയുടെ കൂടെ വരുന്ന വേറൊരു ചേച്ചിയെ ഞാൻ റോഡിൽ വെച്ച് കണ്ടു. ഞാൻ ചെന്ന് കാര്യങ്ങൾ തിരക്കി. ആ ചേച്ചി അപ്പോൾ എന്നോട് പറഞ്ഞു, പ്രിയേച്ചി ഇവിടെ നിന്ന് വീട് മാറിപ്പോയെന്നും ഇപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്തുള്ള കമ്പനിയിലാണ് ജോലിക്ക് പോകുന്നതെന്നും. ഞാൻ ചോദിച്ചു, നിങ്ങളാരും എന്താ ഇപ്പോൾ ചായ കുടിക്കാൻ വരാത്തതെന്ന്. അപ്പോൾ ചേച്ചി പറഞ്ഞു, പ്രിയേച്ചി പോയതിൽ പിന്നെ എല്ലാവർക്കും ഇവിടെ വരെ നടന്നു വരാൻ മടിയാണ്. അതുകൊണ്ട് ഒരുത്തിയെ വിട്ട് പാർസൽ വാങ്ങിക്കും. അല്ല, അവൾ ഇങ്ങോട്ട് തന്നെയല്ലേ വരാറ്. ഞങ്ങൾ നിൻ്റെ കടയിലേക്കാണെന്ന് പറഞ്ഞാൽ വിടാറ്. ആ, അവളെന്നും വരാറുണ്ട്, ഞാൻ പറഞ്ഞു.
അങ്ങനെ കിട്ടിയൊരു നല്ല അവസരം പാഴാക്കിയ കുറ്റബോധം എന്നെ പലപ്പോഴും വേട്ടയാടി. പക്ഷേ പോയത് പോയി. ഇനി അതുവഴി ഒരു പ്രശ്നം വരണ്ടെന്ന് വെച്ച് ഞാൻ ആ ബ്ലോക്ക് മാറ്റിയില്ല. അങ്ങനെ ആഴ്ചകൾ കടന്നുപോയി. ഞാൻ നാട്ടിലെത്തി. ഞാനൊരു ദിവസം കടയിൽ പോയി മീൻ വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു കോൾ വന്നു. ഞാൻ നോക്കുമ്പോൾ പരിചയമില്ലാത്തൊരു നമ്പർ. ഞാൻ കോൾ എടുത്തു. ഹലോ, എന്നെ മനസ്സിലായോ? വോയിസ് കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അത് പ്രിയേച്ചിയാണെന്ന്. എന്നാലും ഞാൻ അറിയാത്ത പോലെ ചോദിച്ചു, ഇല്ല, ആരാ? ഡാ, അപ്പോഴേക്കും നീ എന്നെ മറന്നോ? ഞാനാടാ പ്രിയേച്ചി. ആ, ചേച്ചിയോ? എന്തൊക്കെയുണ്ട് വിശേഷം? ആ, വിശേഷമെല്ലാം കൊള്ളാം. നീ ഇപ്പോൾ എവിടെയാടാ? അത് ഞാനിപ്പോൾ കടയിലുണ്ട്. ഞാൻ ചുമ്മാ ഒരു നുണ പറഞ്ഞു. ഏ, അപ്പോൾ നീ നാട്ടിൽ പോയില്ലേ? ഇല്ല. അതെന്തു പറ്റിയടാ? അത് ഇവിടെ ആളില്ലായിരുന്നു. ആ ടീ മാസ്റ്റർ ലീവായിരുന്നു. ഓ, അങ്ങനെയാണോ? അല്ല, ചേച്ചി ഇപ്പോൾ എവിടെയാ? ഞാൻ ചോദിച്ചു. ഞാനിപ്പോൾ കോയമ്പത്തൂരാടാ. ഇവിടെ അടുത്ത് ഒരു കമ്പനിയിൽ ജോലിക്ക് കയറി. ഓ, അവിടെയാണോ? ഇനിയിപ്പോൾ ഈ വഴിക്കൊന്നും വരില്ലായിരിക്കും അല്ലേ? വന്നിട്ടെന്തിനാ? ചേച്ചി എന്നോട് ചോദിച്ചു. വാ, വന്നെന്ന് നോക്ക്. കുറേ ആയില്ലേ ഒന്ന് കണ്ടിട്ട്. ഞാൻ പറഞ്ഞു. ഞാൻ വന്നാൽ നീ എനിക്ക് എന്ത് തരും? അത് ചേച്ചിക്ക് എന്താ വേണ്ടത്? നീ പറ എന്ത് തരുമെന്ന്. എന്നാൽ ഞാൻ വരാം. എന്താ വേണ്ടത് അതെല്ലാം ഞാൻ തരാം. ഓക്കെ, എന്നാൽ ഞാൻ നാളെ വരട്ടെ? ചേച്ചി ചോദിച്ചു. നാളെയോ? നാളെ വേണ്ട. ഞാൻ നാളെ നാട്ടിൽ പോവുക. 2 ദിവസം കഴിഞ്ഞേ വരൂ. ഹാ, അതെന്ത് പണിയാടാ നീ കാണിച്ചേ? ഞാൻ വരാമെന്ന് പറഞ്ഞപ്പോൾ നീ നാട്ടിലേക്ക് പോകുന്നു. അതല്ല ചേച്ചി, നാളെ എൻ്റെ അമ്മാവൻ്റെ മകളുടെ കല്യാണമാണ്. ഞാനിന്ന് രാത്രി പോകാൻ നിൽക്കുക. ഓ, എന്നാൽ നടക്കട്ടെ. ഞാൻ പിന്നൊരു ദിവസം വരാം. അങ്ങനെ അതും പറഞ്ഞ് ചേച്ചി കോൾ കട്ട് ചെയ്തു. ഛേ, നാട്ടിൽ വരാൻ കണ്ടൊരു സമയം. ഇപ്പോൾ അവിടെയായിരുന്നെങ്കിൽ വല്ലതും നടന്നാനേ. ഞാൻ ആലോചിച്ചു. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കിട്ടിയ അവസരം തുലച്ചതല്ലേ. ഇനി കിട്ടുമ്പോൾ കിട്ടട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. ഞാനങ്ങനെ തിരുപ്പൂരിലെത്തി. രാവിലെ പോയി കട തുറക്കും, രാത്രിയായാൽ കട അടിച്ചു വരും. ഇതല്ലാതെ വേറൊരു എൻ്റർടൈൻമെൻ്റ് ഇല്ലാത്ത ജീവിതം. മുമ്പാണെങ്കിൽ പ്രിയേച്ചിയും ആ കുട്ടികളും വരുന്നതൊക്കെ ഒരു രസമായിരുന്നു. സമയം പോകുന്നത് പോലും അറിയില്ലായിരുന്നു. പ്രിയേച്ചിയെ ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് പലതവണ ആലോചിച്ചു. പക്ഷേ ഇനി ഞാൻ വിളിക്കുന്ന സമയത്ത് ഭർത്താവ് വല്ലതും ഉണ്ടായാൽ വെറുതെ സീൻ ആവണ്ടെന്ന് കരുതി ഞാൻ ആ പരിപാടി വേണ്ടെന്ന് വെച്ചു. അങ്ങനെ വീണ്ടും കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ഉച്ചയ്ക്കൊരു 1 മണിയായപ്പോൾ ദാ വരുന്നു പ്രിയേച്ചി എൻ്റെ കടയിലേക്ക്. ഡാ, നീ നാട്ടിൽ പോയി വന്നോ? എന്നെ കണ്ടതും ചേച്ചി ചോദിച്ചു. ആ ചേച്ചി, ഞാൻ പോയി വന്നിട്ട് കുറച്ച് ദിവസമായി. ചേച്ചി എവിടെയായിരുന്നു? വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണോ വരുന്നേ? ഞാൻ ചോദിച്ചു. എടാ, അത് എനിക്ക് നല്ല വർക്കുണ്ടായിരുന്നു. പുറത്തോട്ട് ഇറങ്ങാൻ പോലും പറ്റിയില്ല. പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെയാണ് അങ്ങേർക്കും ജോലി. എങ്ങോട്ടും തിരിയാനും സമ്മതിക്കില്ല അങ്ങേര്. ആണോ? എന്നിട്ടിപ്പോൾ എങ്ങനെ ചാടി? ഹോ, ഒന്നും പറയണ്ടതാ. ഓരോന്ന് പറഞ്ഞൊപ്പിച്ച് ഞാനിങ്ങ് വന്നു. ഓ, എന്താ പറഞ്ഞത്? ഞാൻ ചോദിച്ചു. അത് പിന്നെ ഇന്ന് കുറച്ച് ജോലി കുറവായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പഴയ ജോലി സ്ഥലത്ത് ഒന്ന് പോയി വരാമെന്ന്. ആദ്യം അങ്ങേര് സമ്മതിച്ചില്ല. പിന്നെ അവിടെ ഒരുത്തിക്ക് വയ്യെന്നും അവളെ കാണാൻ പോവാണെന്നും പറഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് മൂളി. ഓ, അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടു അല്ലേ? ഞാൻ ചോദിച്ചു. ഓ, നമ്മൾ കഷ്ടപ്പെട്ടിട്ട് എന്തിനാ? നമ്മളെയൊന്നും ആർക്കും വേണ്ടല്ലോ, ചേച്ചി ചെറിയൊരു ശോകത്തിൽ പറഞ്ഞു. അത് കണ്ട ഞാൻ ചേച്ചിയോട് ഇരിക്ക്, ചായ കുടിക്കാമെന്നും പറഞ്ഞു. 10 മണിയുടെ ടീ ടൈം കഴിഞ്ഞ് എല്ലാവരും പോയതുകൊണ്ട് കടയിൽ പിന്നെ ആരും ഉണ്ടായില്ല. ടീ മാസ്റ്ററാണെങ്കിൽ കിച്ചണിൽ ക്ലീനിങ്ങിലായിരുന്നു. ആ ചെക്കനും കടയിലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നേരം തടസ്സമില്ലാതെ സംസാരിക്കാൻ പറ്റിയത്. ഡാ പൊട്ട,
ഞാൻ ഈ മാസ്റ്ററുടെ ഉണക്കച്ചായ കുടിക്കാൻ വന്നതല്ല. നീ എന്നെ സൽക്കരിച്ച് ഇവിടെ ഇരുത്താൻ. എനിക്ക് വേണ്ടത് നിന്റെ ചായ. നിനക്ക് തരാൻ പറ്റുമെങ്കിൽ അതിങ്ങ് താ, ഇല്ലെങ്കിൽ ഞാൻ പോവാ, ചേച്ചി ദേഷ്യത്തോടെ പറഞ്ഞു. അത് ചേച്ചി, ഞാനിപ്പോൾ എങ്ങനെ? അല്ല, അതറിയാതെയാണോ നീ അന്ന് എന്നോട് വരാൻ പറഞ്ഞത്? അത് ചേച്ചി, ഞാൻ പിന്നെ അതൊരു ഓളത്തിന് പറഞ്ഞതാ. ബെസ്റ്റ്. അല്ല, നിനക്കിവിടെ റൂമില്ലേ? നീ എപ്പോഴാ റൂമിൽ പോകുന്നത്? അത് ഞാൻ ഇപ്പോൾ പോവും. ആ ചെക്കൻ വരാൻ കാത്തിരിക്കുക, ഞാൻ പറഞ്ഞു. ആണോ? വേറെ ആരാ റൂമിലുള്ളത്? ആരുമില്ലേ? ചേച്ചി ചോദിച്ചു. ഇല്ല, വേറെ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നിട്ടാണോടാ? എന്നാ ഞാനും വരാം, ചേച്ചി വളരെ സിമ്പിളായി പറഞ്ഞു. ഏയ്, അതൊന്നും പറ്റില്ല, ആരെങ്കിലും കാണും. അതുമല്ല, റൂമിനടുത്ത് വീട്ടുകാരുണ്ടാവും അവിടെ. ചേച്ചിയെ കണ്ടാൽ ആരാണെന്ന് ചോദിക്കും. പിന്നെ അത് മതി പ്രശ്നമാകാൻ, ഞാൻ പറഞ്ഞു. ഓ, ഇങ്ങനൊരു പേടിത്തൊണ്ടൻ. നിന്നെ കാണാനാ ഞാൻ ബസ്സിനും ക്യാഷും എടുത്ത് ഉള്ള ജോലിയും കളഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നത്. അവിടെ എങ്ങനെ ഇരുന്നാൽ മതിയായിരുന്നു, ചേച്ചി പറഞ്ഞു. അതല്ല ചേച്ചി, ആരെങ്കിലും കണ്ടാലോ എന്ന് കരുതിയ. ഓ, അതൊന്നും കാണില്ല, നീ പറയുന്ന പോലെ ചെയ്താൽ മതി. ഞാനിവിടെ ചായ കുടിച്ചിരിക്കാം. ആ ചെക്കൻ വന്നാൽ നീ പോകില്ലേ? അപ്പോൾ ഞാനും അറിയാത്ത പോലെ നിൻ്റെ ബാക്കിൽ വരാം. നീ എന്നോട് സംസാരിക്കാൻ വേണ്ട, മുന്നിൽ അറിയാത്ത പോലെ നടന്നാൽ മതി. പക്ഷേ റൂമിൻ്റെ അടുത്ത് ആളുണ്ടെങ്കിലോ? ഞാൻ ചോദിച്ചു. ഓ, നിൻ്റെ അയൽവാസികൾ ജോലിക്കൊന്നും പോവാറില്ലേ? നീ വരുന്നത് നോക്കി ഇരിക്കാണോ? ചേച്ചി ചോദിച്ചു. അതല്ല, ജോലിക്കൊക്കെ പോവാറുണ്ട്, ഇടയ്ക്ക് അവിടെയും ഉണ്ടാകാറുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. ഓ, അങ്ങനെയാണോ? എന്നാൽ നീ ഒരു കാര്യം ചെയ്, ഞാൻ അവിടെ പുറത്ത് റോഡിൽ നിൽക്കാം. നീ പോയി നോക്ക് അവിടെ ആരെങ്കിലും ഉണ്ടോയെന്ന്. എന്നിട്ട് അറിയാത്ത പോലെ വന്ന് പറ, ഇല്ലെങ്കിൽ ഞാനും വരാം. അപ്പോൾ ഉണ്ടെങ്കിലോ? ഞാൻ ചോദിച്ചു. ഉണ്ടെങ്കിൽ ഞാൻ പോകും, പിന്നെ ഈ വഴിക്ക് വരുന്നില്ല പോരെ? അത് അങ്ങനെ പറയല്ലേ, ഞാൻ ശ്രമിച്ചു നോക്കാം, ഞാൻ പറഞ്ഞു. അങ്ങനെ ചേച്ചി ഒരു ചായയും വാങ്ങി അവിടെ ഇരുന്ന് കുടിക്കാൻ തുടങ്ങി. ചേച്ചിയെ കണ്ട ടീ മാസ്റ്റർ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു. അധികം വൈകാതെ തന്നെ ആ ചെക്കനും എത്തി. ഡാ, നീ ഇത് എവിടെയായിരുന്നു? എന്താ ഇത്ര വൈകിയത്? ഞാൻ അവനോട് ചോദിച്ചു. വൈകിയോ? ഇല്ലല്ലോ, എന്നും ഈ സമയത്തല്ല ഞാൻ വരാറ്, അവൻ പറഞ്ഞു. ഓ, ആണോ? ഞാൻ ചുമ്മാ ഷോ ഇറക്കാൻ നോക്കിയതാ, പക്ഷെ അത് നടന്നില്ല. അങ്ങനെ ചേച്ചിയുടെ പ്ലാൻ പ്രകാരം ഞാൻ ടീ മാസ്റ്ററിനോടും ആ ചെക്കനോടും റൂമിൽ പോവാണെന്നും യാത്ര പറഞ്ഞ് പുറത്തേക്കിറങ്ങി. കൂട്ടത്തിൽ അറിയാത്ത പോലെ ചേച്ചിയോടും പറഞ്ഞു. ചേച്ചി, ഞാൻ റൂമിൽ പോവാം, ഇനിയൊരിക്കൽ വരുമ്പോൾ കാണാം എന്ന് പറഞ്ഞു. ചേച്ചി അപ്പോൾ മറുപടി തന്നു. ആ ശരിയടാ, പിന്നെ കാണാമെന്ന്. ഞാൻ പതിയെ കടയിൽ നിന്നും റോഡിലേക്കിറങ്ങി നടക്കാൻ തുടങ്ങി. ഏകദേശം ഒരു 3 മിനിറ്റ് നടക്കാനുണ്ട് എൻ്റെ റൂമിലേക്ക്. ഞാൻ പതിയെ പതിയെ നടന്നു. കുറച്ച് മുന്നോട്ട് നീങ്ങി ഞാൻ പതിയെ തിരിഞ്ഞു നോക്കിയപ്പോൾ ചേച്ചി എൻ്റെ പിറകിലായി തന്നെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ സ്ഥിരം പോകുന്ന പോലെ റൂമിലേക്ക് നടന്നു. പേടി കാരണം എൻ്റെ നെഞ്ച് പടപട ഇടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ വേണോ എന്ന് തോന്നലും. അങ്ങനെ കുറച്ച് മുന്നോട്ടെത്തിയതും അവിടെയുള്ളൊരു ഫ്രണ്ട് എൻ്റെ അടുത്തേക്ക് വന്നു. ഡാ, റെസ്റ്റ് ടൈം ആയോ? അവൻ എന്നോട് ചോദിച്ചു. നിലപ്പുറയ്ക്കാതെ ഞാൻ അവനോട് പറഞ്ഞു അതെ എന്ന്. ഡാ, നമുക്കൊന്ന് കുളിക്കാൻ പോയാലോ? ഇപ്പോൾ നല്ല ചൂടല്ലേ, ഇവിടെ അടുത്ത് ഒരു കുളമുണ്ട്, പോയാലോ? അവൻ എന്നോട് ചോദിച്ചു. ഇല്ലടാ, ഞാനില്ല, എനിക്കതിന് ടൈമില്ല, ഞാൻ പോയി കുറച്ചേരം ഉറങ്ങട്ടെ, ഞാൻ അവനോട് പറഞ്ഞു. അതും കഴിഞ്ഞ് ഞാൻ വീണ്ടും പതിയെ നടന്നു. ചേച്ചി എവിടെയെന്ന് ഞാനൊന്ന് തിരിഞ്ഞു നോക്കി. ഞാൻ നോക്കുമ്പോൾ ചേച്ചി അവിടെ അടച്ചു കിടക്കുന്ന ഒരു കടയുടെ മുന്നിൽ ആരോ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ നിൽക്കുന്നു. അത് കുഴപ്പമില്ലടാ, നീ വാ, പെട്ടെന്ന് തിരിച്ചു വരാം, അവൻ വീണ്ടും പറഞ്ഞു. ഇല്ലടാ, ഞാൻ പോവാണ്, എനിക്ക് അർജൻറ്റുണ്ട്, പിന്നെ കുറേ അലക്കാനുമുണ്ട്. അതും പറഞ്ഞ് ഞാൻ അവൻ്റെ അടുത്തുനിന്നും മെല്ലെ രക്ഷപ്പെടാൻ തുടങ്ങി. കുറച്ച് മുന്നോട്ട് നടന്ന് ഞാൻ വീണ്ടും പതിയെ തിരിഞ്ഞു നോക്കി. ചേച്ചി എൻ്റെ പിറകിൽ തന്നെ വരുന്നുണ്ട്. ഞാൻ നേരെ
എൻ്റെ റൂമിൻ്റെ ഗേറ്റിൻ്റെ മുന്നിലെത്തി. ഞാൻ അവിടെ നിന്ന് എൻ്റെ റൂമിൻ്റെ അകത്തേക്ക് നോക്കി, ആരെങ്കിലും ഉണ്ടോ എന്ന്. 10 റൂമുകൾ നിരന്നു നിൽക്കുന്ന അതിലൊരു റൂമാണ് എൻ്റെ റൂം. ആരെയും അവിടെയൊന്നും കാണുന്നില്ല. ചേച്ചി പതിയെ അടുത്തേക്ക് എത്തിത്തുടങ്ങി. ഞാൻ തല കൊണ്ട് കാണിച്ചു ഞാൻ നോക്കിയിട്ട് വരാമെന്ന്. ചേച്ചി ഓക്കെ എന്ന് മറുപടിയും പറഞ്ഞു. ഞാൻ പതിയെ ചുറ്റിലും നോക്കി എൻ്റെ റൂമിൻ്റെ അടുത്തേക്ക് ചെന്നു. ഭാഗ്യമെന്ന് പറയാലോ, ഒരു കുട്ടി പോലും അവിടെയൊന്നും ഇല്ലായിരുന്നു. ഞാൻ വേഗം റൂം തുറക്കാനായി ചാവി നോക്കുമ്പോൾ ചാവി കാണുന്നില്ല. പോക്കറ്റിൽ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ചാവി ആ ചെക്കൻ്റെ കയ്യിൽ നിന്നും വാങ്ങാൻ ഞാൻ മറന്ന കാര്യം. എന്തു ചെയ്യുമെന്നറിയാതെ ദേഷ്യം കയറി ആകെ തലക്ക് വട്ടുപിടിച്ചു. ചേച്ചിയാണെങ്കിൽ എന്നെയും കാത്തു പുറത്തു നിൽക്കുന്നു. ഞാൻ ഈ കാര്യം എങ്ങനെ ചേച്ചിയോട് പറയും? എനിക്കൊരു ഭാഗ്യവുമില്ല. ഞാൻ മനസ്സിൽ പ്രായിക്കൊണ്ട് പതിയെ ചേച്ചിയുടെ അടുത്തേക്ക് നടന്നു. എന്നെ കണ്ടതും ചേച്ചി കണ്ണുകൊണ്ട് ചോദിച്ചു ആരെങ്കിലും ഉണ്ടോ എന്ന്. ഞാനില്ല എന്ന് കൈകൊണ്ട് കാണിച്ചു. എന്നിട്ട് ചേച്ചിയുടെ അടുത്തേക്ക് ചെന്നു. ചേച്ചി കുറച്ചു നേരം ഇവിടെ നിൽക്ക്, ഞാനിപ്പോൾ കടയിൽ പോയിട്ട് വരാം. എന്താടാ, എന്തു പറ്റി? ചേച്ചി ചോദിച്ചു. അത് ഞാൻ ചാവി എടുക്കാൻ മറന്നു. ആ സമയം ചേച്ചിയുടെ മുഖം എങ്ങനെയിരുന്നുവെന്ന് എനിക്കിവിടെ വിവരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. ചേച്ചിയുടെ മറുപടി കാത്തു നിൽക്കാതെ ഞാൻ വേഗം കടയിലേക്ക് ഓടി. ഡാ, ആ ചാവി ഒന്ന് താ, ഞാൻ പറഞ്ഞു. എന്നാ, എനിക്കറിയായിരുന്നു നീ ഇപ്പോൾ തന്നെ ഓടി വരുമെന്ന്, അവൻ പറഞ്ഞു. മറുപടി കൊടുക്കാനും തല്ല് പിടിക്കാനും സമയമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ചാവിയും വാങ്ങി വേഗം ഓടി. ഗേറ്റിന് മുന്നിൽ കലി പിടിച്ച് നിൽക്കുന്ന ചേച്ചിയുടെ അടുത്ത് ചെന്ന് ഞാൻ പറഞ്ഞു, ചേച്ചി 1 മിനിറ്റ്, ഞാൻ ഒന്നുകൂടെ ഒന്ന് നോക്കിയിട്ട് വരാമെന്ന്. ഞാൻ വീണ്ടും അവിടെയെല്ലാം പോയി നോക്കി. എല്ലാവരും ജോലിക്ക് പോയതുകൊണ്ട് അവിടെ ആരെയും തന്നെ കാണുന്നില്ല. ഞാൻ വേഗം പോയി റൂം തുറന്നിട്ടു. എന്നിട്ട് ചേച്ചിയെ മാടി വിളിച്ചു. ദേഷ്യം കടിച്ചു പിടിച്ച് ചേച്ചി എൻ്റെ അടുത്തേക്ക് വന്നു. അങ്ങനെ ആ ദേഷ്യമെല്ലാം എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞാൻ മാറ്റിക്കൊടുത്തു. എന്നെ ആഗ്രഹിച്ച് എന്നെ തേടി വന്ന ചേച്ചിക്ക് ഞാൻ മറക്കാനാവാത്ത ചില നിമിഷങ്ങൾ സമ്മാനിച്ചു. അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.